ജനുവരി 2-ാം തീയതി സാൻസ്ക്രിറ്റിന് വേണ്ടിയിട്ട് ഒരു ഓൺലൈൻ ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഗൂഗിൾ മീറ്റ് വഴിയായിരിക്കും ക്ലാസ് ലഭിക്കുന്നുണ്ടാവുക. അപ്പോൾ റെക്കോർഡ് ക്ലാസ് വാട്സപ്പിലൂടെ അയച്ചു നൽകുന്നതായിരിക്കും. ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ 9846770380 ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് 10ാമത്തെ ചാപ്റ്ററാണ്. ദശമഃ പാഠഃ മുക്തക സൗഭഗം എന്ന് പറയുന്ന ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ പാഠപ്രവേശ, പാഠത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഒരു ശ്ലോകത്തോട് കൂടിയിട്ടാണ് നമ്മൾ ആ ചാപ്റ്ററിലേക്ക് പ്രവേശിക്കുന്നത്. എന്താണ് ആ ശ്ലോകം എന്ന് ആദ്യം നോക്കാം. ഏകാശ്രുഗണമന്യേഭ്യോ യഥാ സമ്പാദയാമ്യഹം ഉദേത്യാത്മനി മേ തൂർണം സഹസ്രം സൗരമണ്ഡലം പ്രസന്നസ്മിതമന്യേഭ്യോ യഥാ സമ്പ്രദദാമ്യഹം തഥാ മേ ഹൃദി വ്യാപ്നോതി നിത്യനിർമ്മല പൗർണമി. എന്താ അതിൻ്റെ അർത്ഥം? ഏകാശ്രുഗണം, ഒരു കണ്ണീർ തുള്ളികൾ, അന്യേഭ്യോ മറ്റുള്ളവർക്കായിട്ട്, അഹം ഞാൻ, സമ്പാദയാമി ഞാൻ പൊഴിക്കവേ, ഉദേത്യാത്മനി ആത്മാവിൽ ഉദിക്കുകയാണ്. എന്താണ് ഉദിക്കുന്നത്? സഹസ്രം സൗരമണ്ഡലം, 1000 സൗരമണ്ഡലങ്ങൾ. പ്രസന്നസ്മിതമന്യേഭ്യോ മറ്റുള്ളവർക്കായിട്ട് ഒരു പുഞ്ചിരി, സമ്പ്രദാമി ചെലവാക്കവേ, ഹൃദയത്തിൽ നിത്യനിർമ്മല പൗർണമി വ്യാപ്നോതി വ്യാപിക്കുന്നു. ഇത് ജ്ഞാനപീഠ പുരസ്കാര ജേതുഃ കൈരളി കവേഃ അക്കിത്തം മഹോദയസ്യ. വാക്യം ഇതം. ജ്ഞാനപീഠ പുരസ്കാര ജേതാവായ ശ്രേഷ്ഠ മലയാള കവിയായ അക്കിത്തത്തിൻ്റെ വാക്യം ഇതം, വാക്യമാണ് ഇത്. അസ്യ വാക്യസ്യ ആശയഃ കഃ, ഈ വാക്യത്തിൻ്റെ ആശയം എന്താണ്? സർവണ്യപി ശാസ്ത്രാണി അതീതവാനപി മാനവികത നാസ്തി ചേത് അനേന ജ്ഞാനേന കിം പ്രയോജനം. എല്ലാ ശാസ്ത്രങ്ങളും, സർവണ്യപി ശാസ്ത്രാണി എല്ലാ ശാസ്ത്രങ്ങളും, അതീതവാനപി പഠിച്ചവനാണെങ്കിലും, മാനവികത മനുഷ്യത്വം നാസ്തി മനുഷ്യത്വമില്ലെങ്കിൽ, അനേന ജ്ഞാനേന ആ നേടിയ അറിവ് കൊണ്ട്, കിം പ്രയോജനം എന്താണ് പ്രയോജനം? അത്ര മാനവികത പ്രതിപാദകാൻ കശ്ചന സംസ്കൃത കാവ്യാംശാൻ പരിചിനുമ. അത്ര ഇവിടെ മാനവികത പ്രതിപാദകാൻ മനുഷ്യത്വത്തെ പ്രതിപാദിക്കുന്നതായ കശ്ചന ചില സംസ്കൃത കാവ്യാംശാൻ സംസ്കൃത കാവ്യാംശങ്ങളെ പരിചിനുമഹ പരിചയപ്പെടുത്തുന്നു. ഇനി നമുക്ക് ആമുഖം നോക്കാം. ജീവനമൂല്യേഷു അതിവിശിഷ്ട ഭവതി മാനവികത. എന്താണ്? ജീവനമൂല്യേഷു ജീവനമൂല്യങ്ങളിൽ അതിവിശിഷ്ടമായി ഭവിക്കുന്നതാണ് എന്ത്? മനുഷ്യത്വം. അപ്പം ജീവിത മൂല്യങ്ങളിൽ അതിവിശിഷ്ടമായി ഭവിക്കുന്നതാണ് എന്ത്? മനുഷ്യത്വം എന്ന് പറയുന്നത്. ധാർമ്മികേഷു സംസ്കാരികേഷു ആർത്ഥികേഷു രാഷ്ട്രീയേഷു ച സകലേഷു രംഗേഷു മാനവികത യാവത് പ്രതിഫലതി താവത് സ സാർത്ഥകാ വർത്തതേ. ധാർമ്മികവും സംസ്കാരികവും ആർത്ഥികേഷു സാമ്പത്തികവും രാഷ്ട്രീയവും ച തുടങ്ങിയ സകലേഷു രംഗേഷു എല്ലാ രംഗങ്ങളിലും മാനവികത മനുഷ്യത്വം
യാവത് എത്ര വരെ, പ്രതിഫലതി പ്രതിഫലിക്കുന്നു, താവത് അതുവരെ, സ സാർത്ഥക വർത്തതെ അപ്പോൾ അതുവരെ അത് അർത്ഥവത്തായിട്ട്, സാർത്ഥക അർത്ഥവത്തായിട്ട് വർത്തിക്കുന്നു. സഹജീവിഷു സ്നേഹം കാരുണ്യം പാരസ്പര്യം ച യഃ പ്രകടയതി സഹ ഏവ മാനവഃ. സഹജീവികളിൽ സ്നേഹം കാരുണ്യം പാരസ്പര്യം ച യഃ എന്നിവ യഃ ആരാണോ പ്രകടിപ്പിക്കുന്നത്, സ ഏവ അവനാണ് മാനവഃ മാനവൻ എന്ന് പറയുന്നത്. അപ്പം സഹജീവികളോട് സ്നേഹം കാരുണ്യം പാരസ്പര്യം എന്നിവ ആരാണോ പ്രകടിപ്പിക്കുന്നത് അവനാണ് മാനവൻ എന്ന് പറയുന്നത്. കാളിദാസാദയഃ മഹാകവയഃ സ്നേഹാദിഭാവൻ സരസം സുമധുരം ച ആവിഷ്കൃതവന്തഃ. കാളിദാസാദയഃ കാളിദാസൻ, ആദയഃ മുതലായ, മഹാകവയഃ മഹാകവികൾ, സ്നേഹാദിഭവാൻ സ്നേഹാദിഭാവങ്ങളെ, സരസം സരസമായും, സുമധുരം മധുരമായും, ആവിഷ്കൃതവന്തഃ ആവിഷ്കരിച്ചിട്ടുണ്ട്. പാഠേ അസ്മിൻ കാളിദാസകൃതിഷു വിശിഷ്യ ശാകുന്തളേ രഘുവംശേ മേഘദൂതേ ച വിദ്യമാനാനാം മാനവികതാ പ്രതിപാദകാൻ കാംചിദംശാൻ പശ്യാമഃ. ഈ പാഠത്തിൽ, പാഠേ അസ്മിൻ ഈ പാഠത്തിൽ, കാളിദാസ കൃതികളിൽ വിശിഷ്യ പ്രത്യേകിച്ച് ശാകുന്തളത്തിൽ നിന്നും, രഘുവംശത്തിൽ നിന്നും, മേഘദൂതത്തിൽ നിന്നും, വിദ്യമാനാൻ എന്നിവയിലുള്ള മാനവികതാ പ്രതിപാദകൻ മനുഷ്യത്വത്തെ പ്രതിപാദിക്കുന്ന കാംചിദംശാൻ പശ്യാമഃ ചില അംശങ്ങൾ, കാംചിത് അംശാൻ ചില അംശങ്ങൾ, പശ്യാമഃ കാണാം. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് അഭിജ്ഞാന ശാകുന്തളമാണ്. വായിക്കാം. കവികുലഗുരുണ കാളിദാസേന വിരചിതം വിശ്വപ്രസിദ്ധം നാടകം ഭവതി അഭിജ്ഞാന ശാകുന്തളം. കവികുലഗുരുവായ കാളിദാസനാൽ വിരചിതം രചിക്കപ്പെട്ട വിശ്വപ്രസിദ്ധമായ നാടകം ഭവതി നാടകമാകുന്നു അഭിജ്ഞാന ശാകുന്തളം. മാനവികതായാഹ മകുടോദാഹരണമിതം നാടകം. മാനവികതയുടെ മകുടോദാഹരണമാണ് ഈ നാടകം. തസ്യ ഇതിലെ ചതുർത്ഥാംഗേ നാലാമത്തെ അംഗത്തിൽ ശകുന്തള ആശ്രമമൃഗാൻ വൃക്ഷലതാദിയശ്ച സോദരാൻ ഇവ പരിപാലയതി. ശകുന്തള ആശ്രമമൃഗങ്ങളെയും വൃക്ഷലതാദികളെയും സോദരാൻ സഹോദരങ്ങളെ പോലെ ഇവ പോലെ പരിപാലിക്കുന്നു. തത്ര ശകുന്തളയാഹ അവിടെ ശകുന്തള പതിഗ്രഹഗമനാവസരെ ഭർതൃഗൃഹത്തിലേക്ക് പോകുന്ന അവസരത്തിൽ കണ്വ മഹർഷി താം അധികൃത്യ ഏവം വദതി അവളെക്കുറിച്ച് ശകുന്തളയെക്കുറിച്ച് ഏവം വദതി ഇപ്രകാരം പറയുന്നു. ആ ശ്ലോകം നോക്കാം. പാതുംന പ്രഥമം വ്യവസ്യതി ജലം യുഷ്മസ്വപീതേഷു യാ നാദത്തെ പ്രിയമണ്ഡനാഭി ഭവതാം സ്നേഹേന യ പല്ലവം.
ആദ്യേ വ കുസുമപ്രസൂതി സമയേ യസ്യ ഭവത്യുത്സവഃ സേയം യാതി ശകുന്തള പതിഗഹം സർവേ അനുജ്ഞായതാം. ഇനി അതിൽ പദത്തിൻ്റെ അർത്ഥങ്ങൾ നോക്കാം. പാതും കുടിക്കുവാൻ, വ്യവസ്യതി നിർവഹിക്കുക, അബീതഃ കുടിക്കാതിരിക്കുക, യുഷ്മസ്വ അഭിദേഷു എന്നാണ്. അപ്പം അഭിദേഷു അഭിതഃ എന്ന് പറഞ്ഞാൽ കുടിക്കാതിരിക്കുക. മണ്ഡനം അലങ്കാരം, പ്രിയമണ്ഡനാഭി മണ്ഡന അലങ്കാരം, പല്ലവം തളിര്. ആദ്യമായിട്ട് വഹ നിങ്ങളുടെ, കുസുമപ്രസൂതി പുഷ്പമുണ്ടാകുക, അനുജ്ഞായതാം അനുമതി നൽകിയാലും. ഇനി അതിൻ്റെ പദച്ഛേദം നോക്കൂ. യുഷ്മസ്വ പിതേഷു, യുഷ്മാസു അധികം അഭിദേഷു, ന ആദത്തെ ന അധികം ആദത്തെ, പ്രിയമണ്ഡനാഭി പ്രിയമണ്ഡന അധികം അഭി, ഭവത്യുത്സവഃ ഭവതി ഉത്സവഃ, സേയം സ ഇയം, സർവേ അനുജ്ഞായതാം സർവൈഹി അനുജ്ഞായതാം, യസ്യ ഭവത്യുത്സവഃ യസ്യാഹ അധികം ഭവതി അധികം ഉത്സവഃ. വിഗ്രഹവാക്യങ്ങൾ നോക്കൂ. അഭിദേഷു ന വിദ്യതേ പീതം യേഷാം തേ അഭിതാഹ തേഷു, പ്രിയമണ്ഡന പ്രിയം മണ്ഡനം യസ്യാ സ കുസുമപ്രസൂതി സമയേ കുസുമാനാം പ്രസൂതിഃ കുസുമപ്രസൂതിഃ തസ്യാഹ സമയേ, കുസുമാനാം പ്രസൂതിഃ കുസുമപ്രസൂതിഃ തസ്യാഹ സമയേ കുസുമപ്രസൂതി സമയേ. പതിഗ്രഹം പത്യുഹോ ഗ്രഹം. ഇനി അന്വയം വെച്ചിട്ട് നമുക്ക് അർത്ഥം പറയാം. യാതൊരു ശകുന്തളയാണോ, യുഷ്മാസു യാതൊരു ശകുന്തളയാണോ അവൾ, യുഷ്മാസു നിങ്ങൾ, അഭിദേഷു കുടിക്കുന്നതിന്, പ്രഥമം പൂർവം മുമ്പ് എന്ന് വെച്ചാൽ എന്താ, നിങ്ങളെന്ന് ഉദ്ദേശിക്കുന്നത് വൃക്ഷലതാദികളെയാണ്. വൃക്ഷലതാദികൾ ശകുന്തള ഒരു അതിൻ്റെ സഹോദരങ്ങളെ പോലെ തന്നെയാണ് കണക്കാക്കുന്നത്. അപ്പോൾ നിങ്ങൾ കുടിക്കുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞാൽ വൃക്ഷലതാദികളെ നനയ്ക്കുന്നതിന് മുമ്പ് എന്നാണ് അർത്ഥം വരിക. ജലം കുടിക്കാതിരിക്കുന്നത്. അപ്പോൾ സസ്യലതാദികളെ നനച്ചതിന് ശേഷം മാത്രമേ ശകുന്തള ജലം കുടിക്കുകയുള്ളൂ എന്നാണ് അതിൻ്റെ അർത്ഥം വരിക. മുമ്പ് വൃക്ഷലതാദികളെ നനയ്ക്കുന്നതിന് മുമ്പ് ജലം കുടിക്കാതിരിക്കുന്നത്, വ്യവസ്ഥതി കുടിക്കാതിരിക്കുന്നത്. യാതൊരു ശകുന്തളയാണോ പ്രിയമണ്ഡനാഭി അലങ്കാരപ്രിയ ആണെങ്കിലും, യാതൊരുവളാണോ ഭവതാം നിങ്ങളോടുള്ള, സ്നേഹേന സ്നേഹത്താൽ, പല്ലവം തളിര്, നാദത്തെ നുള്ളാത്തത്, വഹ നിങ്ങൾ, ആദ്യം കുസുമപ്രസൂതി സമയേ പുഷ്പിക്കുന്ന സമയത്ത്, യസ്യാഹ ആരാണോ, ഉത്സവഃ വളരെയധികം സന്തോഷിക്കുന്നത്, സ ഇയം ശകുന്തള അങ്ങനെയുള്ള ഈ ശകുന്തള, പതിഗൃഹം ഭർത്താവിൻ്റെ വീട്ടിലേക്ക്, യാതി പോകുന്നു, സർവേ എല്ലാവരും അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും, അനുജ്ഞായതാം അവൾക്ക് യാത്രാനുമതി നൽകിയാലും. അതാണ് അതിൻ്റെ അർത്ഥം വരിക. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് രഘുവംശമാണ്. പഞ്ചമഹാകാവ്യങ്ങളിൽ പെടുന്ന ഒരു കൃതിയാണ് രഘുവംശം എന്ന് പറയുന്നത്.
കാളിദാസസ്യ മഹാകാവ്യയോः അന്യതരം ഭവതി രഘുവംശം. അപ്പോൾ കാളിദാസൻ്റെ മഹാകാവ്യയോः മഹാകാവ്യങ്ങളിൽ അന്യതരം ശ്രേഷ്ഠമാകുന്നു രഘുവംശം. തത്ര അവിടെ ചതുർദശ സർഗേ 14-ാമത്തെ സർഗത്തിൽ രാവണവധാനന്തരം രാവണനെ വധിച്ചതിന് ശേഷം അയോധ്യായാം പ്രത്യാഗതഃ അയോധ്യയിൽ തിരിച്ചെത്തിയ രാമൻ അയോധ്യാധിപോ അയോധ്യയുടെ അധിപനായി ഭൂത്വ തീർന്നിട്ട് അയോധ്യ അധിപനായി തീർന്നിട്ട് രാജ്യപാലനത്തിൽ മഗ്നോഭവത് മുഴുകിയിരിക്കുന്നു. ഏകദാ ഒരിക്കൽ ആസന്ന പ്രസവം അടുത്തിരിക്കുന്ന സീതയെ ലോകാപവാദം കൊണ്ട് രാമൻ പരിത്യക്തുമൈച്ഛത് രാമൻ ഉപേക്ഷിക്കാനായിട്ട് ആഗ്രഹിച്ചു. ഏതസ്മിൻ കർമ്മണി ഈ കർമ്മത്തിന് സ്വന്തം അനുജനായ ലക്ഷ്മണം നിയുയോജ ലക്ഷ്മണനെ എന്ത് ചെയ്തു? നിയോഗിച്ചു. സഹ അദ്ദേഹം സീതയെ താം വാത്മീകേ രുഡാഞ്ചഅങ്കനെ വാത്മീകിയുടെ ആശ്രമമുറ്റത്ത് അതാണ് വാത്മീകേ രുഡജ അങ്കനെ ഉഡജം എന്നാണ് പറയുക. വാത്മീകേ രുഡജ അങ്കനെ തത്യാജ ഉപേക്ഷിച്ചു. അപ്പോൾ സഹ സീതാം താൻ വാത്മീകേ രുഡജാങ്കനെ തത്യാജ അദ്ദേഹം സീതയെ വാത്മീകിയുടെ ആശ്രമത്തിൽ എന്ത് ചെയ്തു? രുഡജ അങ്കനെ തത്യാജ ഉപേക്ഷിച്ചു. തഥാ അപ്പം എന്താണ്? അപ്പോൾ കാളിദാസൻ ആരാണോ ലോകത്തിൽ കഷ്ടത അനുഭവിക്കുന്നത് തേനൈവ അവനോടുകൂടി സ്മാഭിവ്യമിതി അസ്മാഭിർഭാവ്യമിതി എന്നാണ് ആ വാക്ക് വായിക്കുക. അവനോടുകൂടി നമ്മളും നിൽക്കണമെന്ന് വാത്മീകിയുടെ കർമ്മന പ്രവൃത്തിയിലൂടെ ഉച്ചത്തിൽ ഉദ്ഘോഷിക്കുന്നു. തദംഗം പശ്യാമഹ ആ രംഗം നമുക്ക് കാണാം. ഈ ശ്ലോകം നോക്കൂ. താമഭ്യഗച്ഛ ദ്രുതിര താനുസാരി കവി കുശേത് മാഹരണായ യാദഃ. നിഷാദ വിധാണ്ഡജ ദർശനോക്തഃ ശ്ലോകത്വമാബധ്യതാം യസ്യ ശോകഃ. ഒന്നും കൂടി വായിക്കാം. താമഭ്യ ഗച്ഛദ്രുതി താനുസാരി കവിഃ കുശേത് മാഹരണായ യാദഃ. നിഷാദ വിധാണ്ഡജ ദർശനോക്തഃ ശ്ലോകത്വം
ആബദ്ധ്യത യസ്യ ശോകഃ. പദച്ഛേദം നോക്കൂ. താം അഭ്യ ഗച്ഛ രുദിതാനുസാരി. ദ്രുതിതാനുസാരി എന്താവും? രുദിതാനുസാരി ആയി മാറും. താം അഭ്യഗച്ഛത് രുദിതാനുസാരി. ശ്ലോകത്വം ആബദ്ധ്യത. ശ്ലോകത്വം ആബദ്ധ്യത. വിഗ്രഹം നോക്കൂ. രുദിതാനുസാരി രുദിതാം അനുസർത്തും ശീലം അസ്യ ഇതി. കുശേദ്വമഹരണായ. കുശാം ച യിദ്മാനശ്ച കുശേദ്മാനഃ തേഷാം ഹരണം കുശേദ്മാഹരണം തസ്മൈ. നിഷാദ വിദണ്ഡജ ദർശനോക്തഃ. നിഷാദേന വിദ്ധഃ നിഷാദവിദ്ധഃ. നിഷാദവിദ്ധശ്ചാസൗ അണ്ഡജാച്ഛ നിഷാദ വിദണ്ഡജ തസ്യ ദർശനം. നിഷാദ വിദണ്ഡജ ദർശനം തസ്മാത് ഉക്തഃ. അന്യ നോക്കൂ. കുശോ ധ്വമഹരണായ എന്നുവെച്ചാൽ എന്താണ്? ദർഭപ്പുല്ലും വിറകും ശേഖരിക്കുന്നതിനായി കൊണ്ട് യാതഃ പോയവൻ ആയ കവി വാത്മീകി രുദിതാനുസാരി കരഞ്ഞുകൊണ്ടിരിക്കുന്നവളായ സീതാം സീതയെ അഭ്യഗച്ഛത് സമീപിച്ചു. നിഷാദ വിദണ്ഡജ ദർശനോക്തഃ. എന്താണ് അതിൻ്റെ അർത്ഥം വരിക? കാട്ടാലൻ വധിച്ചതായ പക്ഷിയെ, കാട്ടാലനാൽ വധിക്കപ്പെട്ട പക്ഷിയെ ദർശനോക്തഃ. ദർശനം അങ്ങനെ കണ്ടവനായ കവി. കാട്ടാലനാൽ വധിക്കപ്പെട്ട പക്ഷിയെ കണ്ടവനായ കവി ആ വാത്മീകിയുടെ ശോകം ദുഃഖം ശ്ലോകത്വം ശ്ലോകമായി തീരുക എന്ന അവസ്ഥയെ പ്രാപിച്ചു. അപ്പം എന്താണ് പറയുന്നത്? ഇത് ഒന്നും കൂടി അർത്ഥം പറയാം. ദർഭപ്പുല്ലും വിറകും ശേഖരിക്കുന്നതിനായി യാതഃ പോകുന്നവൻ അല്ലെങ്കിൽ പോയവനായ കവി. കവി എന്ന് പറയുന്നത് വാത്മീകി. രുദിതാനുസാരി കരഞ്ഞുകൊണ്ടിരിക്കുന്ന താം സീതയെ അഭ്യഗച്ഛത് സമീപിച്ചു. നിഷാദ വിദണ്ഡജ ദർശനോക്തഃ. കാട്ടാലനാൽ വധിക്കപ്പെട്ട പക്ഷിയെ കണ്ടവനായ യാതൊരു വാത്മീകിയാണോ അദ്ദേഹത്തിൻ്റെ ശോകഃ ദുഃഖം ശ്ലോകത്വം കാവ്യമായി തീരുക എന്ന അവസ്ഥയെ അബാധ്യത പ്രാപ്നോത് സംഭവത് അങ്ങനെ പ്രാപിച്ചു. അത് ശ്ലോകമായി പ്രാപിച്ചു എന്ന അർത്ഥം. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് മേഘദൂതമാണ്. ഇനി നമ്മൾ പഠിക്കുന്ന മേഘദൂതം. വിശ്വസാഹിത്യേ പ്രഥമം സന്ദേശകാവ്യം ഭവതി മേഘദൂതം. വിശ്വസാഹിത്യത്തിൽ പ്രഥമം എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യത്തെ. സന്ദേശകാവ്യം ഭവതി മേഘദൂതം. സന്ദേശകാവ്യമാണ് മേഘദൂതം. അപ്പം വിശ്വസാഹിത്യത്തിലെ പ്രഥമം ആദ്യത്തെ സന്ദേശകാവ്യം ഭവതി മേഘദൂതം. സന്ദേശകാവ്യമാണ് മേഘദൂതം. കാളിദാസനൈവ. കാളിദാസൻ തന്നെയാണ്. ഏതത് കാവ്യം. ഈ കാവ്യം വിരചിതം രചിച്ചിട്ടുള്ളത്. അതിതീവ്രവും ഹൃദയവർജകവുമായ പ്രണയാവിഷ്കാരം കൊണ്ട് മകുടയാമനം ഇതം കാവ്യം. ശിരോലങ്കാരം കിരീടമായി തീർന്നു എന്നാണ് അർത്ഥം. മകുടയാനം ഇതം എന്ന് പറഞ്ഞാൽ കിരീടമായി തീർന്നു ഈ കാവ്യം.
മാനവികതാ പ്രകാശനെ കാളിദാസ ഇവ ന കച്ചിതസ്തി മഹാകവി. മനുഷ്യത്വം പ്രകാശിപ്പിക്കുന്നതിൽ, മാനവികതാ പ്രകാശനെ മനുഷ്യത്വം പ്രകാശിപ്പിക്കുന്നതിൽ കാളിദാസ ഇവ, കാളിദാസനെ പോലെ, ഇവ കാളിദാസനെ പോലെ, ന കശ്ചിദസ്തി മഹാകവി, ഒരു മഹാകവിയുമില്ല. മേഘസന്ദേശത്തിൽ തത്ര തത് അത്, തത്ര തത്ര അവിടെ ഇവിടെയായി, അവിടെ ഇവിടെയായിട്ട് എന്നുവെച്ചാൽ പലയിടത്തും എന്നാണ് അർത്ഥം. മേഘസന്ദേശത്തിൽ തത് അത്, തത്ര തത്ര അവിടെ ഇവിടെയായി എന്ന് പറഞ്ഞാൽ എന്താ, പലയിടത്തുമായിട്ട്, ദ്രഷ്ടും ശക്യതേ നമുക്ക് കാണാൻ കഴിയുന്നു. താദൃശമേകം ഉദാഹരണം പശ്യാമഹ, താദൃശം അത്തരത്തിലുള്ള, ഏകം ഉദാഹരണം ഒരു ഉദാഹരണം, പശ്യാമഹ കാണാം. ഇനി ശ്ലോകം നോക്കൂ. ആഭൃച്ഛസ്വ പ്രിയസഖമമു തുംഗമാലിംഗ്യ ശൈലം വന്ദേഹി പുംസാം രഘുപതി പദേരങ്കിതം മേഖലാസു കാലേ കാലേ ഭവതി ഭവതോ യസ്യ സംയോഗമേത്യ സ്നേഹവ്യക്തി ചിരവിരഹജം മുഞ്ചതോ ബാഷ്പ ഉഷ്ണം. അപ്പം അതിൻ്റെ പദച്ഛേദം നോക്കൂ. രഘുപതി പദേരങ്കിതം, രഘുപതി പദേഹി അങ്കിതം അധികം അങ്കിതം, സ്നേഹവ്യക്തി ചിരവിരഹജം, സ്നേഹവ്യക്തി ചിരവിരഹജം, മുഞ്ചതോ ബാഷ്പമുഷ്ണം, മുഞ്ചതഃ അധികം ബാഷ്പം അധികം ഉഷ്ണം. വിഗ്രഹം നോക്കൂ. പ്രിയസഖം, പ്രിയശ്ച അസൗ സഹ ച പ്രിയസഖഃ തത്, സ്നേഹവ്യക്തി സ്നേഹസ്യ വ്യക്തി സ്നേഹവ്യക്തി. ഇനി നമുക്ക് അതിൻ്റെ അന്വയം നോക്കാം. കാലേ കാലേ പ്രതിവർഷകാലം, പ്രതിവർഷകാലം എന്ന് പറഞ്ഞാൽ എന്താണ്, ഓരോ കാലത്തും, ഭവതഃ അങ്ങ്, അങ്ങെന്ന് പറഞ്ഞാൽ മേഘം, സംയോഗം സമ്പർക്കം അങ്ങ് വന്നു ചേരുമ്പോൾ, അതാണ് സമ്പർക്കം പ്രാപ്യ, അങ്ങ് വന്നു ചേരുമ്പോൾ, മേഘം വന്നു ചേരുമ്പോൾ, ചിരവിരഹജം എന്താണ്, ബഹുകാല വിയോഗജന്യം എന്നാണ് അർത്ഥം വരിക. ദീർഘകാലത്തെ വിരഹത്താൽ ഉളവായ ഉഷ്ണം ചുടു, ബാഷ്പം കണ്ണീർ, ചുടുകണ്ണീര് പൊഴിക്കുന്ന ഇദ്ദേഹം, ഇദ്ദേഹം എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ പർവ്വതം, യസ്യാം തൻ്റെ സ്നേഹവ്യക്തി, തൻ്റെ സ്നേഹം എന്ത് ചെയ്യുന്നു, വ്യക്തമാക്കാറുണ്ട്, സ്നേഹവ്യക്തി സ്നേഹം വ്യക്തമാക്കാറുണ്ട് എന്നാണ് അർത്ഥം വരിക. രഘുപതി പദേഹി ശ്രീരാമചന്ദ്രൻ്റെ വന്ദേഹി, വന്ദേഹി വന്ധ്യങ്ങളായ കാൽപ്പാടുകൾ, കാൽപ്പാടുകൾ, അങ്കിതം എന്ന് പറഞ്ഞാൽ കാൽപ്പാടുകൾ പതിഞ്ഞ, മേഘാലസു, മേഘാലസു എന്ന് പറഞ്ഞാൽ താഴ്വരകളോട് കൂടിയവനും, പിന്നെന്താണ്, തുങ്കം എന്ന് പറഞ്ഞിട്ടുണ്ട്, ഉന്നതമായതുമായ, അല്ലെങ്കിൽ എന്താ അതിൻ്റെ അർത്ഥം വരിക, ഉത്തുംഗനുമായ, ഉയരം കൂടിയവനുമായ, പ്രിയപ്പെട്ട, പ്രിയസഖം പ്രിയപ്പെട്ട ഈ പർവ്വത സുഹൃത്തിനെ, ചിത്രകൂട പർവ്വതത്തെ കുറിച്ചിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അങ്ങ് ആലിംഗ്യ, ആലിംഗനം ചെയ്ത്, അഭൃച്ഛസ്വ
വിടവാങ്ങിയാലും. അപ്പം എന്താണ് പറയുന്നത്? കാലേ 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 ഓരോ കാലത്തും. അങ്ങ് എന്ന് വെച്ചാൽ മേഘം. വന്നു ചേരുമ്പോൾ സമ്പർക്കം പ്രാപ്യ വന്നു ചേരുമ്പോൾ. ചിരവിരഹജം ദീർഘകാലത്തെ വിരഹത്താൽ ഉളവാകുന്ന ചുടുകണ്ണീര്. ഉഷ്ണം ബാഷ്പം ചുടുകണ്ണീര് പൊഴിക്കുന്ന ഇദ്ദേഹം. ഇദ്ദേഹം എന്ന് ഉദ്ദേശിക്കുന്നത് ഈ പർവ്വതം. യസ്യ സ്നേഹ വ്യക്തി തൻ്റെ സ്നേഹം വ്യക്തമാക്കാറുണ്ടല്ലോ എന്നാണ് പറയുന്നത്. പുംസാം ജനങ്ങൾ ആരാധിക്കുന്ന രഘുപതി പദേഹി ശ്രീരാമചന്ദ്രൻ്റെ കാൽപ്പാടുകൾ പതിഞ്ഞ മേഘാലസു താഴ്വരകളോട് കൂടിയവനും തുങ്കം ഉത്തമ അല്ലെങ്കിൽ ഉയരം കൂടിയവനുമായ പ്രിയപ്പെട്ട എൻ്റെ ഈ പർവ്വത സുഹൃത്തിനെ, ചിത്രകൂട പർവ്വതത്തിനെ അങ്ങ് ആലിംഗനം ചെയ്ത് അപൃച്ഛസ്വ വിടവാങ്ങിയാലും എന്നാണ് ഇതിൻ്റെ അർത്ഥം വരിക. അങ്ങനെ അതിൻ്റെ നമ്മൾ 10ാമത്തെ ചാപ്റ്ററും കംപ്ലീറ്റ് ആയി. അപ്പോൾ ജനുവരി 2-ാം തീയതി ഓൺലൈൻ ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്യാണ് സംസ്കൃതത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഗൂഗിൾ മീറ്റ് വഴിയായിരിക്കും ക്ലാസ് ഉണ്ടാവുക. റെക്കോർഡ് ക്ലാസ് വാട്സപ്പിലൂടെ അയച്ചു നൽകുന്നതാണ്. ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ 9846770380 ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഷോർട്സും വീഡിയോസും കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.